കക്ഷി രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ലെന്ന് സാറ് പറഞ്ഞു. പക്ഷേ കക്ഷി രാഷ്ട്രീയ ചർച്ചയായിട്ട് ഇത് മാറുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ഉണ്ടോ? പിന്നെ എന്താ പറയുക, ഒരു ഐഡിയലിസ്റ്റിക്കലി പറയുകയാണെങ്കിൽ അത് വളരെ നിർഭാഗ്യമായ അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ അങ്ങനെ ഉണ്ടാവും. പക്ഷേ ഇന്നലെ മിനിഞ്ഞാന്ന് എൻ്റെ അടുത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞു, എത്ര നമ്മൾ ഉദ്ദേശിച്ചാലും ഈ രാഷ്ട്രീയ ചർച്ചകൾ നടക്കും. ഐ ടോൾഡ് ഹിം വെരി ബ്ലണ്ട്ലി സെയിങ് ദാറ്റ് യു പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. അത് പിന്നെ അതില്ലാണ്ട് പറ്റില്ല ഇന്നത്തെ കാലത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പോൾ ഇതിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും എതിർപ്പുകളും ഒക്കെ ഉണ്ടാവുക സ്വാഭാവികമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ശബരിമലയുടെ വികസനം, ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ എന്നൊക്കെ പറയുമ്പോൾ അത് കേരളത്തിൻ്റെ വികസനവും കേരളം കൂടുതൽ മെച്ചപ്പെടാനുള്ള മാസ്റ്റർ പ്ലാനും കൂടിയാണ് എന്നൊരു നിലയ്ക്ക് വേണ്ടേ നമ്മളത് കാണാം. ശബരിമലയിൽ ഉണ്ടാവുന്നത്, ശബരിമലയിൽ വന്നു പോകുന്ന ഭക്തന്മാർക്ക് വേണ്ടിയുള്ള എന്തോ ചെയ്തി എന്നത് മാത്രമല്ലല്ലോ, നമ്മൾ കേരളത്തിൻ്റെതായി തന്നെ കാണണ്ടേ? തീർച്ചയായിട്ടും ശബരിമലയുടെ വികസനം കേരളത്തിൻ്റെ വികസനമാണ്, ഒരു സംശയമില്ല. അത് പറയുന്നതുകൊണ്ട് ഞാനൊരു ശബരിമല ഭക്തനായതുകൊണ്ട് പറയുകയല്ല, ഞാനങ്ങനെ വിശ്വസിക്കുന്നു. കാര്യം അതിൻ്റെ നോക്കിയാൽ മതിയല്ലോ. ശബരിമലയ്ക്ക് പോകുന്ന തീർത്ഥാടകർ വളരെ എന്താ പറയുക, ഭൗതികമായ കാര്യങ്ങൾ എടുക്കൂ. ശബരിമലയ്ക്ക് പോകുന്ന ഭക്തന്മാർ മെറ്റീരിയലിസ്റ്റിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ അവർക്ക് വേണ്ടി സർക്കാർ ചെയ്യുന്നതിൻ്റെ കൂടുതൽ ഒരു പക്ഷേ ആ പിൽഗ്രിമേജ് കൊണ്ട് സർക്കാരിനും നാട് പൊതുവെ കിട്ടിയെന്ന് നയിക്കാം ഇല്ലേ? ഇത്രയും ആളുകൾ യാതൊരു ശല്യമില്ലാണ്ട് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പിന്നെ മലേഷ്യയിൽ നിന്നൊക്കെ ഇവിടെ വന്ന് കുറേ പൈസയൊക്കെ അവർ ചിലവാക്കും. തീർച്ചയായിട്ടും അതുണ്ടാവും. പിന്നെ ഒരു രാജ്യത്തിൻ്റെ പുരോഗമനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഭൗതിക സൗകര്യങ്ങൾ കൂടുക, അവിടെ ആളുകൾ ജനിച്ച് ജീവിക്കുന്ന ആളുകളുടെ ജീവിതം ഒന്നിനൊന്ന് മെച്ചമായി കൊണ്ടുവരിക. അപ്പോൾ അതിലൊരു ഭാഗമാണല്ലോ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വിശ്വസിക്കുന്ന ആളുകളുടെ വിശ്വാസത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നതിന് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വിശ്വസിക്കുന്നവർ നന്നായിട്ട് വിശ്വസിക്കും. പക്ഷേ ഇങ്ങനെയുള്ള സമാഗമങ്ങൾ മൂലം അൺഇൻറ്റൻഡഡ്ലി ദർ മേ ബി പീപ്പിൾ ഹു ഗെറ്റ് അട്രാക്റ്റഡ്. ഈ മതപരിവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ശബരിമല ഭക്തന്മാരുടെ സംഖ്യ കൂട്ടാനുള്ള കാര്യമായിട്ടല്ല ഞാൻ പറയുക. പക്ഷേ തീർച്ചയായിട്ടും കൂടുതൽ പേര് ആ വഴിക്ക് വരാൻ ഇടയുണ്ട്. ചിന്തിക്കുകയും ചെയ്യില്ലേ? ഇപ്പം ഈ ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്നവരൊക്കെ വർഷങ്ങളുമായിട്ട് തുടർച്ചയായി വരുന്ന ആളുകളുണ്ട്. എനിക്ക് ചില ആളുകളെ പരിചയമുണ്ട്. അവർ വന്നുകൊണ്ടിരിക്കും. അവർക്ക് പിന്നെ എന്താ പറയുക, നമ്മളുടെ കേരളത്തിലുള്ളവരെക്കാട്ടിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടിയാണ് അവർ ഈ ആചാരങ്ങളെല്ലാം അനുഷ്ഠിച്ച് വരിക. ഈ എന്താ നമ്മൾ മാലയിടുക എന്ന് പറയില്ലേ, അന്ന് മുതൽ ചെരുപ്പിടാണ്ട് നടക്കുന്ന കൂട്ടരാണ് അങ്ങനെയുള്ളവർ. നമ്മുടെ ആളുകളെ നമ്മളെന്താ ചെയ്യുന്നത് നമുക്കറിയാം.